എങ്ങനെ ഹൈ പെർഫോമർ ആകാമെന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈ പെർഫോമേഴ്സ് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടൊരു കോഴ്സും ഒപ്പം തന്നെ ബുക്കും വിഷയവും എല്ലാമാണിത്. ഹൈ പെർഫോമർ എങ്ങനെ ആകാൻ സാധിക്കും, മറ്റുള്ളവരെക്കാൾ എങ്ങനെ കൂടുതൽ വിജയിക്കുവാനും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും കൂടുതൽ പണം സമ്പാദിക്കാനും സാധിക്കുമെന്നുള്ളത് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ കോഴ്സും മെൻറ്ററിങ്ങും കൺസൾട്ടേഷനും എല്ലാം ചെയ്ത സമയത്ത് ഒരു ക്ലയൻറ്റ് ഒരിക്കലും എന്നോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ ഈ ഹൈ പെർഫോമർ എങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്, അവരുടെ ഹാബിറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്, അവരെക്കുറിച്ചുള്ള പുസ്തകങ്ങളെല്ലാം പറയുന്നുണ്ട്, പക്ഷെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്ത് വ്യക്തമായ കാര്യമാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എന്നാൽ മാത്രമേ എനിക്ക് ഒരു മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ചോദ്യം എന്നെ നന്നായിട്ട് ചിന്തിപ്പിച്ചു. ശരിയാണ്, അദ്ദേഹം പറയുന്നത് ശരിയാണ്, കുറേ നോളജ് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഹൈ പെർഫോമർ ആകാൻ സാധിക്കുക എന്ന് പറയുന്നുണ്ട്, പക്ഷേ എന്ത് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ റിസർച്ചിലേക്ക് പോവുകയും സ്പെസിഫിക് ആയിട്ടുള്ള പ്രാക്ടീസുകൾ കണ്ടെത്തുകയും ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു മീഡിയോക്കറായി ആവറേജായി ജീവിക്കുന്നത് തീർച്ചയായും നമ്മൾ ഒരിക്കലും മികച്ചൊരു വ്യക്തിയാക്കി മാറ്റുകയില്ല. അൺസർട്ടൺ ആയിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്കുകൾ ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ധൈര്യം കാണിക്കുമ്പോഴാണ് നമുക്ക് വിജയിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ മോട്ടിവേഷൻ ഈസ് വാട്ട് ഗെറ്റ്സ് ടു സ്റ്റാർട്ട്. ഇപ്പോൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുന്നതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ല, ജിം റോയിൻസ് പറഞ്ഞ കാര്യമാണ്. മോട്ടിവേഷൻ ഈസ് വാട്ട് ഗെറ്റ്സ് യു ടു സ്റ്റാർട്ട്, ബട്ട് ഹാബിറ്റ് ഈസ് വാട്ട് കീപ്സ് യു ഗോയിങ്. ഈ ഹാബിറ്റുകളാണ് നിങ്ങളെ നിരന്തരമായി മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണം. ഈ ഹാബിറ്റ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, തുടർച്ചയായി ചെയ്യുന്ന കാര്യമല്ല ഹാബിറ്റ്. ഇവിടെ ഹൈ പെർഫോമേഴ്സ് ചെയ്യുന്ന ഹാബിറ്റ് എന്ന് പറയുന്നത് ഡെലിബറേറ്റ് ആയിട്ടുള്ള കോൺഷ്യസ് ആയിട്ടുള്ള അറ്റംപ്റ്റുകളാണ്. അപ്പോൾ ഈ ഹാബിറ്റും ഒപ്പം തന്നെ മോട്ടിവേഷനും, ഒരുപക്ഷെ ഈ വീഡിയോ കേൾക്കുമ്പോൾ മോട്ടിവേഷൻ ഉണ്ടാകാം, ഒരു പുസ്തകം വായിക്കുമ്പോൾ മോട്ടിവേഷൻ ഉണ്ടാകാം, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഒരു മോട്ടിവേഷൻ ഉണ്ടാകാം. എന്നാൽ അതിനപ്പുറമായിട്ട് ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഹാബിറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഹൈ പെർഫോമേഴ്സ് ഡു തിങ്സ് ഡിഫറെൻ്റ്ലി എന്നാണ് പറയുന്നത്. എന്നോട് ആദ്യം ചോദിച്ച ആളും ചോദിച്ചത് തന്നെയാണ്, എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്താൽ മതിയോ? അല്ല, ഡിഫറെൻ്റായ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ HP7 എന്ന് പറയുന്ന ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് 7 കാര്യങ്ങൾ ആണ് സ്പെസിഫിക് ആയുള്ള ഹാബിറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഈ കോഴ്സിലും ഈ പുസ്തകത്തിലും എല്ലാം വിവരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാകാമെന്നുള്ളത് തീർച്ചയായും മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഹൈ പെർഫോമർ ആയാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് എത്തുവാൻ സാധിക്കുള്ളൂ. പലപ്പോഴും ആളുകൾ ബേൺ ഔട്ട് ആകുകയാണ്. പൈസയുണ്ട്, ശരിയാണ്, കുറേ ലെവലിലെത്തി, ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, പ്ലാറ്റ്യൂ ആയി, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഈ അവസരത്തിലാണ് ഈ ഹൈ പെർഫോമർ ആകുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും ഈ വീഡിയോ കേൾക്കാനായിട്ട് താല്പര്യം ഉണ്ടാകില്ല. കാരണം മീഡിയോക്കറായി ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജായൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നു. ഇത് കേൾക്കാൻ അത്ര രസകരമാകണമെന്നില്ല, ഡിഫിക്കൽട്ടാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അൺസർട്ടൺ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് ഹൈലി റിവാർഡിംഗ് ആണ്. ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കും. ഒരു 5-6 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, സീക്ക് ക്ലാരിറ്റി. നിങ്ങൾക്ക് വ്യക്തമായൊരു ക്ലാരിറ്റി ഉണ്ടോ? പലരും വന്ന് പറയുകയാണ്, എനിക്ക് വലിയ പെർഫോമർ ആകണം, എനിക്ക് വലിയ വിജയം നേടണം, എനിക്ക് ജീവിതത്തിൽ ഗ്രോ ചെയ്യണം, പക്ഷേ ക്ലാരിറ്റി ഉണ്ടോ? സീക്ക് ക്ലാരിറ്റി. നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം കിടക്കുന്നത്. ക്ലാരിറ്റി എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. ക്ലാരിറ്റി പല എക്സസൈസുകളിലൂടെ, പല പ്രാക്ടീസുകളിലൂടെ, പല എക്സ്പീരിയൻസിലൂടെല്ലാമാണ് ഉണ്ടാകുന്നത്. ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടതെന്ന വിഷയത്തെക്കുറിച്ച് കൃത്യമായ ക്ലാരിറ്റി ഉണ്ടോ? ഇന്ന വർഷം, ഇന്ന ദിവസം, ഇന്ന കാര്യം ഇത്ര ഞാൻ അച്ചീവ് ചെയ്യും, അത് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണോ? ഇത്ര സമയത്ത് ടൈം ബൗണ്ട് ആയിട്ടുള്ള കാര്യമാണോ? അത് മെഷർ ചെയ്യാൻ, ക്വാണ്ടിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ആ ക്ലാരിറ്റി തീർച്ചയായും വരുത്തേണ്ടത് ആവശ്യമാണ്. പലരും വന്ന് വെറുതെ പറയുകയാണ്, എനിക്ക് ഡെവലപ്പ് ചെയ്യണം, എനിക്ക് ഗ്രോ ചെയ്യണം, എനിക്ക് റിച്ച് ആകണം, പക്ഷേ ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ആദ്യം കൊടുക്കുന്നത് ക്ലാരിറ്റിയാണ്. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എന്താണ് ആകേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ജനറേറ്റ് എനർജി. നമുക്ക് ധാരാളം എനർജി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ശക്തമായ ഊർജ്ജമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ശാരീരികമായ എനർജിയും ഒപ്പം തന്നെ മാനസികമായ ശക്തിയും, മെൻ്റലി സ്ട്രോങ് ആകുക, ഇമോഷണലി സ്റ്റേബിൾ ആകുക, ഒപ്പം തന്നെ ഫിസിക്കലി ഹെൽത്തി ആകുക. ഇപ്പോൾ ശാരീരികമായി എങ്ങനെ നല്ല ആരോഗ്യം വീണ്ടെടുക്കാം, അത്
എപ്പോഴും ആരോഗ്യമായി നിലനിർത്താം, മാനസികമായി മെൻ്റലി എങ്ങനെ സ്ട്രോങ് ആകാം, ഏത് പ്രതികൂല ഘട്ടങ്ങളെയും മറികടക്കുവാനായിട്ടുള്ള ആത്മധൈര്യവും മനോശക്തിയും വൈകാരികമായിട്ടുള്ള ഇൻ്റലിജൻസും അങ്ങ് നേടിയെടുക്കാം. ഒരാൾ എന്തെങ്കിലും നിരുത്സാഹപ്പെടുത്തുമ്പോൾ പെട്ടെന്ന് വീണു പോവുകയാണോ, അതല്ലെങ്കിൽ കുറേ ജോലി ചെയ്യുമ്പോഴത്തേക്കും ശാരീരികമായി ക്ഷീണിച്ചു പോവുകയാണോ, ഒരു പരാജയം വരുമ്പോൾ നാം തകർന്നു പോവുകയാണോ? അങ്ങനെയല്ല, ഏത് സാഹചര്യത്തിലും എനർജി ക്രിയേറ്റ് ചെയ്യാൻ, എനർജി പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, എൻ്റെ അടുത്ത് വരുന്ന ആൾക്കും എനർജി ഫീൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എനർജി ജനറേറ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമാണ് റേസ് നെസസിറ്റി. ഈ കാര്യം എനിക്ക് എത്രമാത്രം ആവശ്യമുള്ള കാര്യമാണ്, അത് എത്രമാത്രം അത്യാവശ്യം, നെസസിറ്റിയാണ്. വൈ? ആ ഒരു കാര്യം ആണ് നമ്മളെ ഈ യാത്രയിൽ മുന്നോട്ട് നയിക്കുന്നത്. ഇതെനിക്ക് അത്രമാത്രം ക്ലോസ് ടു മൈ ഹാർട്ടാണ്, ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല, ഇതെൻ്റെ ജീവിതത്തിൻ്റെ അഭിലാഷമാണ് എന്നുള്ള ശക്തമായ ഒരു ആഗ്രഹം, ഒരു ആവശ്യം, അത്യാവശ്യം, നെസസിറ്റി ഉണ്ടോ? അതാണ് വൈ എന്ന് പറയുന്നത്, പർപ്പസ് എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒക്കിനാവ ഐലൻഡിലെ ആളുകൾ ജീവിക്കാൻ കാരണം അവർക്കൊരു പർപ്പസ് ഉണ്ട് എന്നുള്ളതാണ്. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ എനിക്ക് ഈ കാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ജീവിതം എനിക്കില്ല. അത്രമാത്രം തീവ്രമായിട്ടുള്ളൊരു നെസസിറ്റി, ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം നമുക്കുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നാലാമത്തെ കാര്യമാണ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പ്രോളിഫിക് ക്വാളിറ്റി ഔട്ട്പുട്ട് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. പ്രോളിഫിക് ക്വാളിറ്റി ഔട്ട്പുട്ട്, വെറുതെ ക്വാളിറ്റി അല്ല, ഹൈ ക്വാളിറ്റി പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നാം ആഗ്രഹിക്കുന്ന മേഖലയിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രോളിഫിക് ക്വാളിറ്റി ഔട്ട്പുട്ട്. അപ്പോൾ നാം ചെയ്യുന്ന ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ ടീച്ചിങ് ആയിരിക്കാം, അല്ലെങ്കിൽ കോച്ചിങ് ആയിരിക്കാം, ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലയിൽ ഹൈ പെർഫോമർ, സുപ്പീരിയർ പെർഫോമൻസ് ഉണ്ടാക്കാനായിട്ട് പ്രോളിഫിക് ക്വാളിറ്റി നമുക്ക് ഉണ്ടാക്കേണ്ടത് ആവശ്യം. അതെങ്ങനെ സാധിക്കും? അതാണ് നമ്മൾ നാലാമതായി ചിന്തിക്കുന്ന കാര്യങ്ങൾ. ഇനി അഞ്ചാമത്തെ കാര്യം, ഡെവലപ്പ് ഇൻഫ്ലുവൻസ്. ഒരു ഇൻഫ്ലുവൻസായി നമുക്ക് മാറുവാൻ സാധിക്കണം. ഒരു സെലിബ്രിറ്റി, മൈക്രോ സെലിബ്രിറ്റി ആകാൻ സാധിക്കണം. ഒരു ബ്രാൻഡായി മാറാൻ സാധിക്കണം. അതെങ്ങനെ ആയി മാറുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ അഞ്ചാമതായി ചിന്തിക്കുന്ന കാര്യം. ബിക്കം എ സെലിബ്രിറ്റി അല്ലെങ്കിൽ ഡെവലപ്പ് ഇൻഫ്ലുവൻസ്. എനിക്ക് എന്നെ തന്നെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും, മറ്റുള്ളവരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും ആളുകൾക്ക് ഒരു മീറ്റിങ്ങിൽ പോകുമ്പോൾ പലരോട് സംസാരിക്കാനായിട്ട് മടിയാണ്. ചില വലിയ ആളുകളെ ഫോൺ ചെയ്യാൻ മടിയാണ്. ഒരു ഇൻഫ്ലുവൻസ്, ഒരു വലിയ ഗ്രൂപ്പിൽ പോകുമ്പോൾ പലപ്പോഴും മാറി നിൽക്കേണ്ട ഇടവരികയാണ്. അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഹൈ പെർഫോമർ ആയിട്ടുള്ള ആളുകൾ നല്ല ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കും. ഞാൻ വളരെയധികം സമയങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ഈ വളരെ പ്രമുഖരായിട്ടുള്ള ഹൈ പെർഫോമർ ആയിട്ടുള്ള ആളുകൾ വലിയ ഓഡിയൻസിലേക്ക് വരുമ്പോൾ അവർ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റം, എനർജി, വൈബ്രൻസി എത്രമാത്രം ശക്തമാണെന്നുള്ളത് ഞാൻ പല സന്ദർഭങ്ങളും ഓർക്കുന്നുണ്ട്. ഈ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ ചില ആളുകൾ വരും, അവർ നൽകുന്ന എനർജി എന്ന് പറയുന്നത് ഹൈലി ഇൻഫ്ലുവൻഷ്യലായിരിക്കും. ആ ഒരു ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. ഇനി ആറാമത്തെ കാര്യം കൂടി ഞാൻ പറയാം, അത് ഡെമോൺസ്ട്രേറ്റ് കറേജ്. അസാമാന്യമായിട്ടുള്ള ധൈര്യം, അത് ഉള്ളിലുണ്ടാകുക എന്ന് മാത്രമല്ല, സാഹചര്യങ്ങൾ വരുമ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുവാൻ, പ്രകടിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയണം. അസാമാന്യമായ ധൈര്യം, അതൊരു ഹൈ പെർഫോമർ ആയിട്ടുള്ള ആളുടെ ഒരു ഹാബിറ്റാണ്. ഒരു വിഷയം വരുമ്പോൾ ധൈര്യമായി മുന്നോട്ട് വരിക, എല്ലാവരും മാറി നിൽക്കുമ്പോൾ മുന്നോട്ട് കയറി വന്ന കാര്യങ്ങൾ ഏറ്റെടുക്കുക, അതാണ് ഹൈ പെർഫോമർ ആയിട്ടുള്ള ആളുകളുടെ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് വെറുതെ ഊഹാപോഹങ്ങളായിട്ട് പറയുന്നതല്ല. പല പുസ്തകങ്ങൾ വായിക്കും. ഒപ്പം തന്നെ ഇപ്പോൾ ബ്രണ്ടൻ ടച്ചാർഡിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, ഹൈ പെർഫോമൻസ് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ 3000-ഓളം ആളുകളുടെ പഠനം നടത്തിയ ശേഷം കണ്ടെത്തിയ ഫാക്ടർ അനാലിസിസും ഒപ്പം തന്നെ സ്ട്രക്ചറൽ ഇക്വേഷനും ഇങ്ങനെയുള്ള കുറേ സയൻറ്റിഫിക് മെത്തേഡ്സിലൂടെയാണ് ഇത്തരം ഹാബിറ്റുകളെ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് തീർച്ചയായും ജീവിതത്തിൽ മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം വളരെയധികം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ ഹൈ പെർഫോമർ ആളുകൾ വളരെ ഹാപ്പി ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം എന്നെ ചിന്തിപ്പിച്ച കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ശരിയാണ്, പണം ഉണ്ടാകുമായിരിക്കും, പ്രശസ്തി ഉണ്ടാകുമായിരിക്കും, ഇൻഫ്ലുവൻസർ ആയിരിക്കാം, സക്സസ്ഫുൾ ആയിരിക്കും, പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരിക്കും, സ്കില്ലുണ്ടായിരിക്കും, ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിലോ, കുടുംബ ബന്ധങ്ങൾ സുദൃഢമല്ലെങ്കിലോ, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലോ, സ്ട്രെസ്ഫുള്ളായ ജീവിതമാണെങ്കിലോ, അൺഹാപ്പി ആണെങ്കിലോ, അല്ലേ, അതൊരു പരാജയം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഈ ഹാബിറ്റുകൾ ഫോളോ ചെയ്ത ആളുകൾ വളരെയധികം ഹാപ്പി ആയിരുന്നാണ് പറയുന്നത്, ജീവിതത്തിൽ സന്തോഷമുള്ള ആളുകളായിരുന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്നത് മെറ്റ എന്ന് പറയുന്ന ഹൈ ആയിട്ടുള്ള ആളുകളുടെ ഹാബിറ്റുകൾ, ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആളുകളുടെ
ഹാബിറ്റുകളാണ് മെറ്റാ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമാണ്. ഈ മെറ്റാ ഹാബിറ്റ്സ് ഉള്ള ആളുകൾ ഹൈലി ഡിറ്റർമിൻഡ് ആയിട്ട് ആളുകളായിരുന്നു. ശക്തമായ ആത്മധൈര്യവും ഒരു കാര്യം തീരുമാനിച്ച് നടപ്പാക്കണമെന്നുള്ള ഇച്ഛാനിശ്ചയം, ദൃഢനിശ്ചയം, ഇച്ഛാശക്തിയുള്ളവരായിരുന്നു ഇവർ. മാത്രമല്ല ഹൈലി ഫോക്കസ്ഡ് ആയിരുന്നു. ഒരു ലക്ഷ്യം വെച്ചാൽ ലക്ഷ്യത്തിലേക്ക് തന്നെ നോക്കി പോകുന്നവരായിരുന്നു. ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. വേറെ ആരുടെ സഹായത്തിനൊന്നും നോക്കി നിൽക്കില്ല. അവർ ആ കാര്യങ്ങൾ നേടിയെടുക്കാനായി അവർ സ്വയം മുന്നോട്ട് പോകുന്നവരായിരുന്നു. ഡെഡിക്കേറ്റഡ് ആയിരുന്നു. ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ചെയ്ത് തീർക്കണമെന്നുള്ള ശക്തമായിട്ടുള്ള ആഗ്രഹമുള്ളവരായിരുന്നു. കോൺഷ്യസ്നെസ് ഉള്ളവരായിരുന്നു. കാരണം സ്വയമായി നല്ല വാല്യൂവും മതിപ്പുമുള്ളവരായിരുന്നു ഇവരെല്ലാം. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യം അണ്ടർലൈൻ ചെയ്ത് പറയുന്നത്, ഹൈ പെർഫോമർ ആകണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഹാബിറ്റുകൾ ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഹൈ പെർഫോമർ ആകുമ്പോൾ നിങ്ങൾക്ക് സന്തോഷവും ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും അധികം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അപ്പോൾ ഈ ഹാബിറ്റുകൾ നാം പഠിക്കുക. ഈ കോഴ്സുകളെല്ലാം നമ്മൾ നൽകുന്നത് അതിനുവേണ്ടി മാത്രമാണ്. ഒരു നല്ല കോച്ചിനെ ഹയർ ചെയ്യുകയും ആ കോച്ചിലൂടെ ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. ഈ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. എങ്ങനെ ക്ലാരിറ്റി കൊണ്ടുവരാം, അതിന് കോച്ചിൻ്റെ സഹായം ആവശ്യമാണ്. എങ്ങനെ ഇൻഫ്ലുവൻസർ ആകാം, അതിന് കോച്ചിൻ്റെ സഹായം ആവശ്യമാണ്. എങ്ങനെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി, പ്രോളിഫിക് ക്വാളിറ്റി ഔട്ട്പുട്ട് കൊണ്ടുവരാം, അതിന് ഒരു കോച്ചിൻ്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ അത് തീർച്ചയായും നാം മനസ്സിലാക്കുക. ഇനി ഈ ഹൈ പെർഫോമർ ആകുമ്പോൾ ഞാൻ പറഞ്ഞു ഹാപ്പിനെസ് ഉണ്ടാകും, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ഈ മാസ്ലോസ് ഹൈറാർക്കി തിയറിയിലൊക്കെ പറയുമ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു സന്തോഷകരമായ അവസ്ഥ, അല്ലെങ്കിൽ ബൂദ്ധ ഫിലോസഫിയിലൊക്കെ പറയുന്ന പോലെയുള്ള നിർവ്വാണ പോലെയുള്ള എൻലൈറ്റൻമെൻറ്റ് പോലെയുള്ള അവസ്ഥ, ആ അവസ്ഥകളിലൊക്കെ എത്തിച്ചേരുന്ന ഒരു കാര്യം തന്നെയാണ് ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈ പെർഫോമിംഗ് ആയിട്ട് ആളുകളുടെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നതാണ് എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. അവർ ജീവിതത്തെ എൻജോയ് ചെയ്യുന്നവരായിരിക്കും. അവരെപ്പോഴും കോൺഫിഡൻസ് എന്നുള്ളത് ഫീൽ ചെയ്യുന്നത്. അവരുടെ ഫീലിംഗ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. അവരെപ്പോഴും എൻഗേജ്ഡ് ആണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ എൻജോയ്മെൻറ്റ് കണ്ടെത്തുകയാണ്. അപ്പോൾ എൻഗേജ്, എൻജോയ്, കോൺഫിഡൻസ്, എത്ര മനോഹരമായ അവസ്ഥയാണല്ലേ. നമുക്കും ഇത് ആഗ്രഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പാസ്റ്റ് ഈസ് നോട്ട് എ മാറ്റർ. ചിലപ്പോൾ പറയും എൻ്റെ പശ്ചാത്തലങ്ങൾ, എൻ്റെ ചൈൽഡ്ഹുഡ്, എൻ്റെ കുടുംബം, എൻ്റെ മാതാപിതാക്കൾ, ഇതെല്ലാം പ്രധാനപ്പെട്ട ഫാക്ടർ ആണോ എന്ന്. അത് ആണ് എന്ന് മാത്രമല്ല, പക്ഷേ ഈ ഫാക്ടർ ഉണ്ടായിട്ടും കുറേയധികം ആളുകൾ, അല്ല ഒട്ടനവധി ആളുകൾക്കും വലിയ പെർഫോമറൊന്നും ആകാൻ സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ പറയുന്നത്, ഹൈ പെർഫോമൻസ് ഹാബിറ്റ്സ് ഒക്കെ വായിക്കുമ്പോൾ പറയുന്നത്, അങ്ങനെ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇത് ഡെലിബറേറ്റ് ആയിട്ട് കോൺഷ്യസ് ആയി പ്രാക്ടീസ് ചെയ്യുന്ന ആർക്കും ഈ മാറ്റം കൊണ്ടുവരാം. ആർക്കും ഈ മാറ്റം കൊണ്ടുവരാം. ചരിത്രം പഠിപ്പിച്ചിട്ടുള്ളത് അത് തന്നെയാണ്. പലപ്പോഴും സാധാരണ ആളുകളാണ് വലിയ വിജയം നേടിയിട്ടുള്ളത്. സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകളാണ് ഈ പറയുന്ന ഒരു ഡെലിബറേറ്റ് ആയ കോൺഷ്യസ് ആയ അറ്റംപ്റ്റിലൂടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായും നമുക്ക് സാധിക്കും ഹൈ പെർഫോമർ ആകാം. അത് കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും ആ പ്രാക്ടിക്കൽസ് ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അതിലൂടെ ജീവിതത്തിൽ വലിയൊരു വിജയം നേടുവാൻ, മെറ്റാ ഹാബിറ്റിലൂടെ ഒരു വിജയം